ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് എന്നെയും എൻ്റെ വൈഫിനും ഡയറക്ടർ ആക്കുന്ന ഒരു സേഫ് സോൺ ആണോ ശരിക്കും? നമ്മളൊരു ബിസിനസ്സിനെ സ്ട്രക്ചർ ചെയ്യുന്നതിലാണ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ നിൽക്കുന്നത്. ഒന്നാമത്തെ ആൾ മുതൽ സ്ട്രക്ചർ ചെയ്യണമെന്നാണോ? നിങ്ങളുടെ തോട്ട് ആക്ഷനായിട്ട് മാറുന്ന ആ ഫേസിൽ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്നതിനെ കുറിച്ച് ക്ലാരിറ്റി വേണം. അപ്പോൾ ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണയോ ആലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ശരിക്കും എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള മോഹം മാത്രമേ ഉള്ളൂ. അവരോട് ശരിക്കും എന്താ നമുക്ക് പറയാൻ പറ്റുക? അപ്പൊ ആദ്യം തന്നെ മാനേജിംഗ് ഡയറക്ടർ ആവാൻ വേണ്ടിയാണ്. ഡയറക്ടേഴ്സ് ഒന്നുമില്ല, ബിസിനസ് പോലും ഇല്ല. അതിൻ്റെ ഒക്കെ മേലെ ആളുകൾ എന്തിനാണ് കമ്പനി തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് കമ്പനി തുടങ്ങണം, ഞാൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നു, എൻ്റെ വൈഫിനെ ഡയറക്ടറാക്കണം. വൈഫ് ഒരു പക്ഷേ ഈ കമ്പനി ബിസിനസ്സിലേ ഉണ്ടാവില്ല. ബിസിനസ്സിന് എപ്പോഴും ഏറ്റവും പാരമൗണ്ട് ആയിട്ടുള്ള കാര്യം അതിൻ്റെ സ്കെയിലബിലിറ്റിയാണ്. ഞാനൊരു ഫ്രഷറാണ്, ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പം ഞാൻ എവിടെ നിന്നാണ് ശരിക്കും ബിസിനസ് തുടങ്ങേണ്ടത്? റസാക്ക് ഒരു ബിസിനസ്സുകാരൻ എന്നതിൽ നിങ്ങളുടെ മൈൻഡിലൊരു കോൺസെപ്റ്റ് വന്നു, അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു, ഇനി അത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ്. ആ തീരുമാനിക്കുന്ന ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഈ ബിസിനസ്സിനെ സ്ട്രക്ചർ ചെയ്യാമെന്നുള്ളത് ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്യണം. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ്സിനെ സ്ട്രക്ചർ ചെയ്യുന്നതിലാണ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ നിൽക്കുന്നത്. നിങ്ങൾക്കൊരു ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയ ഉണ്ട്. ആ ഐഡിയയിൽ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് പോവുകയാണ്. ആ ഫേസിലേക്ക് പോകുമ്പോൾ അതിനെ വീണ്ടും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാക്കരുത്. അതായത് ഒന്നാമത്തെ ആൾ മുതൽ സ്ട്രക്ചർ ചെയ്യണമെന്നാണോ? നിങ്ങളുടെ തോട്ട് ആക്ഷനായിട്ട് മാറുന്ന ആ ഫേസിൽ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്നതിനെ കുറിച്ച് ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് എപ്പോൾ ഏത് സ്ട്രക്ചറിലേക്ക് പോകാം. മീൻസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ടു പബ്ലിക് ലിമിറ്റഡ് കമ്പനി വരെയുണ്ട്. അപ്പം ഏത് സ്ട്രക്ചറാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നും ആ സ്ട്രക്ചറിൻ്റെ ഫേസ് എങ്ങനെയാണെന്നും നിങ്ങളുടെ ബിസിനസ് ഒബ്ജക്റ്റീവ്, നിങ്ങളുടെ പേഴ്സണൽ വിഷ്, ഇതെല്ലാം എങ്ങനെ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇതിൽ വരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ പലരും ബിസിനസ് ചെയ്യുന്നത് എനിക്ക് ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള തോട്ടൊന്നായിരിക്കും. അപ്പോൾ ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണയോ ആലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നീട് ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആയിരിക്കുമല്ലോ ഈ സ്ട്രക്ചർ വേണമായിരുന്നു എന്നുള്ള തോട്ട് വരുന്നത്. ശരിക്കും എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള മോഹം മാത്രമേ ഉള്ളൂ. അവരോട് ശരിക്കും എന്താ നമുക്ക് പറയാൻ പറ്റുക? നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞങ്ങൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്തത് ഇതിലെ ആളുകൾ, ഇത് എൻ്റർപ്രണേഴ്സായിട്ട് വരുന്ന ആളുകൾ ആദ്യം പറയും എനിക്കൊരു ബിസിനസ് തുടങ്ങണം, അതിൽ ഞാൻ മാനേജിങ് ഡയറക്ടർ ആവണമെന്ന്. അപ്പൊ ആദ്യം തന്നെ മാനേജിംഗ് ഡയറക്ടർ ആവാൻ വേണ്ടിയാണ്. ഡയറക്ടേഴ്സ് ഒന്നുമില്ല, ബിസിനസ് പോലും ഇല്ല. അതിൻ്റെ ഒക്കെ മേലെ ഞാൻ മാനേജിംഗ് ഡയറക്ടർ, എൻ്റെ ഒരു ബിസിനസ് കാർഡ്, എൻ്റെ ഒരു പ്രൊഫൈല്, അങ്ങനെയാണ് അത് ആലോചിക്കുന്നത്. ബിസിനസ്സിൽ അതൊരു ഗുണവും ചെയ്യില്ല. ഇങ്ങനെ ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ടായി എന്നുള്ളത് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ത്വരയോ അങ്ങനെ എന്തെങ്കിലും ബേസ് ആയിരിക്കും. ഒരു അത് റീസെൻ്റ് ആയിട്ടൊന്നുമല്ല, കുറേ കാലമായി. ഞങ്ങളിപ്പം 18ാമത്തെ വർഷമാണ് ഞങ്ങൾ ഈ പറയുന്ന കൺസൾട്ടൻസി ഫീൽഡിലുള്ളത്. അതിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു കാര്യം, ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാണ് കമ്പനി തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് കമ്പനി തുടങ്ങണം, ഞാൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നു, എൻ്റെ വൈഫിനെ ഡയറക്ടറാക്കണം. വൈഫ് ഒരു പക്ഷേ ഈ കമ്പനി ബിസിനസ്സിലേ ഉണ്ടാവില്ല. അപ്പം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് അവരുടെ ചെയ്യാൻ പോകുന്ന ബിസിനസ്. എന്നെയും എൻ്റെ വൈഫിനും ഡയറക്ടർ ആക്കുന്ന ഒരു സേഫ് സോൺ ആണോ ശരിക്കും? ഒരിക്കലും അല്ല. കാരണം ഈ പറയുന്ന സ്ട്രക്ചർ ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻറ്റിറ്റിയാണോ നിങ്ങൾ ഫോം ചെയ്തതെന്നുള്ള. സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സിന് എപ്പോഴും ഏറ്റവും പാരമൗണ്ട് ആയിട്ടുള്ള കാര്യം അതിൻ്റെ സ്കെയിലബിലിറ്റിയാണ്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, ആ ബിസിനസ് നിങ്ങൾക്ക് സ്കെയിലബിൾ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞങ്ങളുടെ തുടക്കകാലത്ത് 2007 അന്ന് ഒരു എൻ്റർപ്രണറായി വന്ന അയാൾക്ക് ഇന്ന് 18 വർഷം അയാൾക്കും ആയല്ലോ, ഞങ്ങളെപ്പോലെ തന്നെ അയാൾക്കും പ്രായമായി. ഒരു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ. അയാൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി നല്ല സെയിലുണ്ട്, മന്ത്ലി നല്ലൊരു എമൗണ്ട് മാറ്റി വെക്കാൻ പറ്റും. ഇന്ന് അയാളുടെ 18th ഇയർ അല്ലെങ്കിൽ 19th ഇയറിലേക്ക് അയാൾ ആ ബിസിനസ് എത്തുമ്പോൾ ഇത് സ്കെയിലബിൾ ആക്കാൻ പറ്റിയില്ല, എക്സ്പാൻഡ് ആക്കാൻ പറ്റിയില്ല എന്നുള്ള ഒറ്റ കാരണമാണ് ഇന്ന് അയാളുടെ ഏറ്റവും വലിയ ചാലഞ്ചായി വന്നിരിക്കുന്നത്. അപ്പം അതേ സ്ഥാനത്ത് സ്കെയിലബിൾ അല്ല. അതിന് കാരണം ആ സ്ട്രക്ചർ ആയിരുന്നു. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫും ആയിരുന്നു ഡയറക്ടേഴ്സ്. നല്ല നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതാണ്.
പക്ഷെ ഒരു സ്കെയിലബിൾ മോഡലായില്ല. അപ്പം സ്ട്രക്ചർ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെ സ്ട്രക്ചർ നന്നായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സിറ്റിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അതിലിപ്പം ഒരു ബിസിനസ് തുടങ്ങുന്ന ആളൊരു എൻഡ് ഗോള് അത് അലൈനായി വരുമല്ലോ. ഇപ്പം എനിക്ക് വലിയ സ്കെയിലൊന്നും ചെയ്തിട്ട് ബിസിനസ് ചെയ്യണ്ട, എനിക്ക് സാധാരണ ഒരു ബിസിനസ് ചെയ്താൽ മതി. അപ്പം കുറേ കൺസൾട്ടന്റുമാർ ഇങ്ങനെ ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോകും 4000 കോടി 5000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എൻ്റെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് എനിക്ക് 2 ഷോറൂം മതിയെങ്കിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ആക്ച്വലി അത് ബിസിനസ് അല്ല, അതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റാണ്. ബിസിനസ് എന്ന് പറയുന്ന ടേം എയിം ചെയ്യുന്നത് സ്കെയിലബിലിറ്റി എക്സ്പാൻഷനെയാണ്. അപ്പോൾ നമ്മളൊരു എനിക്ക് 2 ഷോപ്പ് മതി, അല്ലെങ്കിൽ ഇത്ര കൗണ്ടർ മതി, ഞാൻ എൻ്റെ ജീവിതകാലം അതിൽ നിന്ന് കുറച്ച് ഫണ്ട് എന്നുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് അത് ചിലപ്പോൾ നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മതി. അവിടെ നമുക്ക് വളരെയധികം കംപ്ലയൻസ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റൊക്കെ വരുന്ന ഒരു സ്ട്രക്ചറിലേക്ക് പോകണ്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ബിസിനസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ പാർട്ട്ണർഷിപ്പാണ്. പണ്ടൊക്കെ ഇങ്ങനെ ചില പറഞ്ഞ പേര് കാണാം. അത് അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാറ്റമില്ല. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണോ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അതിനെ മീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾ സ്വന്തം തീരുമാനിക്കരുത്. അങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾ, MSMEന്റെ കാര്യം നമ്മളിപ്പം ഇതുവരെ സംസാരിച്ചെങ്കിൽ, സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾ അയാൾ തുടങ്ങേണ്ട തന്നെ ചിലപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും. യെസ്, സ്കെയിലബിലിറ്റി മസ്റ്റ് ആണല്ലോ ഒരു സ്റ്റാർട്ടപ്പിന്റെ ബേസിൽ. അതെ. അപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാരോട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുകയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ടാവും ശരിക്കും? ഈ സ്റ്റാർട്ടപ്പ് ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് വരുന്നതും നാഷണൽ വൈഡ് ആണെങ്കിലും സ്റ്റേറ്റ് ഓഫ് കേരള ആണെങ്കിലും ഒക്കെ വലിയ പ്രൊമോഷണൽ സപ്പോർട്ട് തരുന്ന ഒരു സെക്ടറാണല്ലോ സ്റ്റാർട്ടപ്പ്. ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിലെ ഏറ്റവും അതിൻ്റെ റെഗുലേറ്ററി റിക്വയർമെൻ്റ് ആയിട്ടും നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് വരുന്നുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് നമ്മൾ ഫോം ചെയ്യാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു റിക്വയർമെൻറ്റുമായിട്ടായിരിക്കും നമ്മളെപ്പോലെയുള്ള കൺസൾട്ടന്മാർ അവരെ അപ്രോച്ച് ചെയ്യുക. അതിൽ അവരുടെ ആ ഒരു ബിസിനസ് മോഡലിനെ, അവിടെ ഒരു ബിസിനസ് സ്ട്രക്ചറിൽ നിന്ന് കുറച്ചുകൂടി വലിയ മീനിങ് ഉള്ള ബിസിനസ് മോഡലിനെ കൃത്യമായിട്ട് വയ്ക്കണം. കാരണം അവരുടെ ഒരു ഐഡിയ ആയിരിക്കും, ഇന്നോവേറ്റീവ് ഐഡിയ, അതിനെ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇക്വിറ്റി ആയിരിക്കും വേറൊരു ഇൻവെസ്റ്റിംഗ് പാർട്ട്ണറായിട്ട് വരുന്ന ആളുകൾ വരുന്നത്. ആ ഏരിയയിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ആ സമയത്ത് സെറ്റപ്പ് ചെയ്യുക എന്നുള്ള ഇവിടെ ഒരു ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് വരുന്നത്. ഒരു സ്റ്റാർട്ടപ്പിന് കറക്റ്റായിട്ട് ബിസിനസ് മോഡൽ ചെയ്യാൻ അവർക്ക് കുറേ പരിമിതികളുണ്ട്. കാരണം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഡൈല്യൂഷനെ പറ്റിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കണം എന്നുണ്ടാവും. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്ക് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണമെന്നോ, അല്ലെ അവർക്കുള്ള എക്സിറ്റ് ഓപ്ഷൻസ്, ഇതിലൊക്കെ വിവരങ്ങൾ എല്ലാം സംഭവങ്ങളൊക്കെ പരിമിതിയായിരിക്കും. ഇപ്പം കാസിയോമിനെ പോലുള്ള സംഭവം മെൻറ്റർഷിപ്പൊക്കെ കിട്ടാറുണ്ടെങ്കിലും അവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഏജൻസിയുടെ നമുക്ക് വലിയ സപ്പോർട്ട് കിട്ടുന്നത്. ആ സപ്പോർട്ട് പലപ്പോഴും ഈ സ്ട്രക്ചറിങ്ങിൻ്റെ സമയത്ത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, പക്ഷെ വീണ്ടും ഈ പറയുന്ന ഇക്വിറ്റി അൺലോക്ക് ചെയ്യേണ്ടതാണ്, ഈ ലിക്വിഡേറ്റ് കുറച്ച് പെർസെൻറ്റേജ് മാറ്റി വെക്കേണ്ടതാണ് എന്നൊക്കെയുള്ള ഐഡിയാസൊക്കെ ഉണ്ടാവും. പക്ഷെ അത് മോഡലിങ്ങിൽ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അതായത് ഇതെല്ലാം ബേസ് ചെയ്യുമ്പം ഒരു ഫിനാൻഷ്യൽ എന്നുള്ളൊരു ഘടകം ഉണ്ടല്ലോ. ഇപ്പോൾ വലിയ സ്റ്റാർട്ടപ്പുകളായിട്ട് വന്ന വലിയ നമ്മളെ യൂണിക്കോൺസ് അല്ലെങ്കിൽ കമ്പനീസ് മൊത്തം പലരും ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൊട്ടിപ്പോയതിൻ്റെ കാരണം ഒരു CFO അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഒരാളുണ്ടായില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ശരിക്കും ബേസിക് എന്ന് നമ്മൾ ഫിനാൻസ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് തരേണ്ടത്? ഒരു ബിസിനസ്സിൻ്റെ സ്ട്രോങ് പില്ലർ അല്ലെങ്കിൽ കാറ്റർ പില്ലറായിട്ട് നമ്മൾ കാണേണ്ടത് അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസിനെ തന്നെയാണ്. അവിടെ നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുന്നു, ഈവൻ SME ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഒക്കെ തുടങ്ങുന്നത് ഡേ 1 മുതൽ അത് ഈവൻ അതിൻ്റെ എക്സ്പെൻസുകൾ ഡോക്യുമെൻ്റ് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. എന്നിട്ട് അത് വരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ പറഞ്ഞ പ്രൊമോട്ടർ എപ്പോഴും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ചും ആ കാര്യങ്ങളും. അത് യഥാർത്ഥത്തിൽ ഒരു ഭയങ്കര ഇഷ്യൂ ആണ്. എന്നിട്ട് ബാക്കിയുള്ള ഡോക്യുമെന്റേഷൻ ഇപ്പം ഫൈനാൻസ് അതിന് ഭയങ്കരമായിട്ട് ഞാൻ തന്നെ ഭയങ്കര പൊസസീവാണ് അതിനോട്. അപ്പം അങ്ങനെ ചിലരിപ്പോൾ ഭയങ്കര നഷ്ടത്തിലായപ്പോലും ഈ എൻ്റെ കുഞ്ഞിനെ വിടാൻ പറ്റില്ല എന്നുള്ള ഒരു മോഡലുണ്ടല്ലോ. അതൊരു ഭയങ്കര റോങ് ഡിസിഷൻ അല്ലേ അത്. ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ഫാക്റ്റും ഫിഗേഴ്സും വെച്ചിട്ടാണ്. ബിസിനസ്സിലെ ഡിസിഷൻ മേക്കിംഗ് ഫൈനാൻസിൻ്റെ ബേസ് അല്ലാതെ ആയാൽ ഈ പറഞ്ഞതുപോലെ ആ ഇമോഷൻസ് നമ്മളെ കില്ല. നമുക്കിപ്പം ഒരു 5 പേരെ കമ്പനി തുടങ്ങണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം ആളുകൾ ശ്രദ്ധിക്കുക,
പ്രോഡക്റ്റാണ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ സർവീസാണ് സർവീസ്. അത് കഴിഞ്ഞ് ശരിക്കും ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ഇങ്ങനെയുള്ള ആളൊക്കെ വരുന്നുള്ളൂ ഒരു തുടക്കക്കാരെന്നുള്ള നിലക്ക്. അപ്പോൾ ഇതെങ്ങനെ ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റുക? തിരിച്ചാണ് വേണ്ടത്. കാരണം ബിസിനസ് തുടങ്ങുന്നത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്. അതിന്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് Charity ആണ്, അല്ല. ചാരിറ്റി അല്ല. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് ക്വാണ്ടിഫൈ ചെയ്യപ്പെടണമല്ലോ. എക്സ്പെൻസ് അല്ല, ഏത് തരത്തിലുള്ള റവന്യൂ ഓർ സെയിൽസ് വന്നാലും അതിൻ്റെ എക്സ്പെൻസ് മൈനസ് ചെയ്താലാണല്ലോ വരുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ പോലും ഈ കീ പ്രൊമോട്ടർക്ക് അറിയില്ല. അതെ. ഈവൻ ഞാൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ പറയാം, നമ്മളൊരാളോട് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം, അത് അവരുടെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന ബിസിനസ്സിൻ്റെ റിസൾട്ടാണത്. അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവർ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ വായിക്കാത്ത ആളുകളാണ് ഡിസിഷൻസ് എടുത്തുകൊണ്ട് പോകുന്നത്.